മലബാറിൻ്റെ ചരിത്ര താളുകളിൽ ആത്മീയതയുടെ സുഗന്ധവും പ്രതിരോധത്തിൻ്റെ വീര്യവും ഒരുപോലെ പടർത്തിയ യുഗപുരുഷനായിരുന്നു മമ്പുറം സയ്യിദ് ആലവിത്തങ്ങൾ. അന്ധകാരത്തിൽ ആണ്ടുകിടന്ന ഒരു ജനതക്ക് മഹാനവറുകൾ വെളിച്ചമായി, അടിച്ചമർത്തപ്പെട്ടവർക്ക് അത്താണിയായി, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവീര്യമായി. ഒരു മതനേതാവ് എന്നതിനപ്പുറം മാനവികതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഉജ്ജ്വല പ്രതീകമായിരുന്നു ആ പുണ്യജന്മം. ഹിജറ 1166 ക്രിസ്തുവർഷം 1752 പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ കണ്ണിയായി യമനിലെ ഹളർമൗത്തിലാണ് സയ്യിദ് അവറുകൾ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സയ്യിദ് അവറുകൾ ആത്മീയജ്ഞാനത്തിൻ്റെ വഴികളിലൂടെയാണ് വളർന്നത്. കേവലം 17ാമത്തെ വയസ്സിലാണ് അറിവിൻ്റെയും ആത്മീയതയുടെയും കേന്ദ്രമായിരുന്ന മലബാറിലേക്ക് മഹാനവറുകൾ കപ്പലേറുന്നത്. കോഴിക്കോട്ടെത്തിയ തങ്ങൾ പിന്നീട് മാതുലനായിരുന്ന ഹസൻ ജിഫ്രി തങ്ങളുടെ സന്നിധിയിലേക്കും തുടർന്ന് മലപ്പുറത്തെ മമ്പുറത്തേക്കും കർമ്മമണ്ഡലം മാറ്റി. മമ്പുറത്തെത്തിയ സയ്യിദ് അവറുകൾ ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അക്കാലത്ത് മലബാറിൽ നിലനിന്നിരുന്ന ജാതീയമായ അനാചാരങ്ങൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും ശക്തമായി നിലകൊണ്ടു. താഴ്ന്ന ജാതിക്കാരെന്ന പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള കരുത്തു നൽകി. മുസ്ലിമീങ്ങൾക്കു മാത്രമല്ല, അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ട മമ്പുറം തങ്ങളായിരുന്നു മഹാനവറുകൾ. തങ്ങളുടെ വിശ്വസ്ത സേവകനായിരുന്ന കോന്തുനായർ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഇന്നും മമ്പുറം മക്കാമിൽ എല്ലാ മതസ്ഥരും ഒരേ മനസ്സോടെ ആത്മശാന്തി തേടിയെത്തുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ മലബാറിൽ ഉയർന്നുകത്തിയ വിപ്ലവക്കനലുകളുടെ കേന്ദ്രബിന്ദു മമ്പുറം തങ്ങളായിരുന്നു. പരദേശി ഭരണാധികാരികൾക്കെതിരെ സമരം ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. മഹാനവറുകൾ രചിച്ച സൈഫുൽ ബത്താർ എന്ന കൃതി മാപ്പിളമാരിൽ വിപ്ലവവീര്യം ആളിക്കത്തിച്ചു. മലബാറിലെ നിരവധി ചെറുത്തുനിൽപ്പുകൾക്ക് ആത്മീയവും ആവേശകരവുമായ നേതൃത്വം സയ്യിദ് അവറുകൾ നൽകി. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച വിപ്ലവ നായകനായിരുന്നു മമ്പുറം തങ്ങൾ. ദീർഘകാലത്തെ ധന്യമായ സേവനങ്ങൾക്ക് ശേഷം ഹിജ്റ 1260 ക്രിസ്തുവർഷം 1844 സയ്യിദ് അവറുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. മമ്പുറത്തെ മണ്ണിൽ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഭൗതികമായി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും മഹാനവറുകൾ കൊളുത്തിവെച്ച നന്മയുടെയും പ്രതിരോധത്തിൻ്റെയും വെളിച്ചം ഇന്നും മലബാറിൻ്റെ ആകാശത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും മമ്പുറം തങ്ങളുടെ നാമം സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. മഹാനവറുകളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ആമീൻ.